ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നേപ്പിയർ മ്യൂസിയത്തിലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് തിരുവനന്തപുരത്തെ ഈ ഒരു മ്യൂസിയം അറിയാം, പക്ഷേ അധികമാരും ഇതിനകത്ത് കയറി കണ്ടിട്ടില്ല. ഏകദേശം 1855 ഈ ഒരു മ്യൂസിയം പണി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പഴയ കെട്ടിടം പൊളിച്ചിട്ടാണ് ഈ ഒരു കെട്ടിടം പണിതത്. ഏകദേശം 1866 മുതൽ 1872 വരെ മദ്രാസ് സർക്കാരിൻ്റെ ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭുവിൻ്റെ പേരിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത്. അതുമാത്രവുമല്ല, ഈ മ്യൂസിയത്തിന് ഒരുപാട് പ്രത്യേകത. റോബർട്ട് കിസോ എന്ന വാസ്തുവിദഗ്ധനാണ് ഇതിൻ്റെ പണി തീർത്തത് 1880. മദ്രാസ് സർക്കാരാണ് ഇതിൻ്റെ പണി തീർത്തത്. ഈ മ്യൂസിയത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചരിത്രപരമായി പറയുകയാണെങ്കിൽ ധാരാളം വെങ്കലം, അതുമാത്രമല്ല ഒരുപാട് പ്രധാനപ്പെട്ട അമൂല്യമായ പ്രതിമകൾ എല്ലാം കാണാനുണ്ട്. ചരിത്രപരമായി പ്രാധാന്യമുള്ള ധാരാളം പൗരാണിക വസ്തുക്കളും പുരാതന കാലത്ത് ഒരു വലിയ തേരും ആനക്കൊമ്പും കൊണ്ടുള്ള കൊത്തുപണികളും ഇതിനകത്ത് കാണാം. ഇപ്പോൾ ഇതിനകത്ത് ചെന്ന് കയറുമ്പോൾ 20 രൂപ പാസ്സാണ്. പാസ് കൊടുത്ത് അകത്ത് കയറി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇതിനകത്ത് ചിത്ര ആർട്സ് ഗാലറി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ശ്രീ രാജരവിവർമ്മയുടെ നിക്കോളാസ് ഗേർച്ചിൻ്റെ ചിത്രങ്ങളും കാണാൻ പറ്റും. അകത്ത് കയറുമ്പോൾ സെക്യൂരിറ്റി അവർ നമ്മളിൽ നിന്നെല്ലാം വാങ്ങിച്ചാണ് കയറുന്നത്. ഇവിടെ ഒരുപാട് വിഗ്രഹങ്ങൾ കാണാൻ പറ്റും. ഏകദേശം 2-3 നൂറ്റാണ്ടുകളാണ്, ഏകദേശം 2000 പരം വർഷങ്ങൾ പഴക്കമുള്ള പല പ്രതിമകളും. ഇത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു മാതൃകയാണ്. പിന്നെ ഇവിടെ പല പ്രതിമകളും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പേരുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ച് വ്യക്തമായി മനസ്സിലാക്കാം. ഇത് കുറച്ച് ആർട്ട് വർക്കുകളാണ്. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ആർട്ട് വർക്കുകൾ. വർഷങ്ങൾ പറയാൻ പറ്റില്ല, ഏകദേശം 1000-2000 വർഷങ്ങൾ പഴക്കമുണ്ട്. എല്ലാത്തിൻ്റെയും പഴക്കങ്ങളും കാര്യങ്ങളും അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വ്യക്തമായി എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഒന്നിലും തുടരുതെന്ന്. കാര്യം എല്ലാം കല്ലിൽ കൊത്തിത്തീർത്ത പ്രതിമകളാണ്. ഏകദേശം 2000 പരം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ പ്രതിമയ്ക്ക്. പലതിനും ഇപ്പോഴും കാലപ്പഴക്കത്തിൻ്റെ കാരണം കൊണ്ടായിരുന്നു പല പ്രതിമയ്ക്കും ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഇപ്പോഴും അതിൻ്റെ തനിമയിൽ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പ്രതിമയുടെ പഴക്കം, അതിൻ്റെ ആ ഒരു കൊത്തുപണികൾ. ഏകദേശം മെഷീൻസ് വരുന്നതിന് മുമ്പ് കൊത്തുപണി ചെയ്ത ഒരു പ്രതിമയാണ്. ഏകദേശം രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ഒരു പ്രതിമ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ, പിന്നെ പലതിനും കൈകൾ, തല, അങ്ങനെ എല്ലാത്തിനും ഭാഗങ്ങൾ നശിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും അത് കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ശ്രീലങ്കയിൽ ഉപയോഗിക്കുന്ന എന്തോ. അത് മാത്രവുമല്ല, ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും സെൻസർ വെച്ചിട്ടുണ്ട്. ഒന്നിലും കയറി ചാടി കയറി പിടിക്കരുത്. നമ്മളെ തൊടുമ്പോൾ ചിലപ്പോൾ വളരെ സൈറൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ശ്രീലങ്കയിൽ എന്തോ ഒരു ആചാരപ്രകാരമുള്ള എന്തോ ഒരു ഇതാണ്. ഇനി കറക്റ്റ് പേരുകളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓട്ടിച്ച് കാണിക്കുന്നതാണ്. ഇത് അവിടുത്തെ ഏതോ ഒരു രാജ്ഞി ഉപയോഗിച്ച് വാഴനാര് തീർത്ത ഒരു തുണി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത്രയും പഴക്കം
ചെന്നിട്ടും അത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ അതിശയം തോന്നുന്നു. തമ്പി ദളവയുടെ ഉടവാളാണ് നമ്മൾ അവസാനം കാണുന്ന ആ ഒരു ഇത് പ്രത്യേകം ഒരു ചില്ലുകൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ നിർത്തി. ഓക്കെ, സി യു.